മക്കൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽബിർ സംവിധാനത്തെ കുറിച്ച് കൂടുതലൊന്നും രക്ഷിതാക്കളായ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. അൽബിർ സംവിധാനം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന ഒരു പുതിയ ചിന്ത 1900 നമ്മുടെ ഈ കേരളത്തിൽ ഉടലെടുത്തു. എന്നാൽ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമായിരുന്നു ലഭ്യമുണ്ടായിരുന്നത്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് 2016 സമസ്തയുടെ 90ാം വാർഷികത്തിൽ വെച്ച് ചെറിയ പ്രായം മുതൽ തന്നെ 3 വയസ്സ് 3.5 വയസ്സ് മുതൽ തന്നെ നമ്മുടെ മക്കൾക്ക്, പിഞ്ചു മക്കൾക്ക് മതവും ഭൗതികവും സമന്വയമായി പഠിക്കുവാനുള്ള അവസരമാണ് അൽബിർ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അൽബിർ സംവിധാനത്തിന്റെ ടാഗ് ലൈൻ ശ്രദ്ധിച്ചാൽ അത് വളരെ കൃത്യമാണ്. അൽബിർ സംവിധാനത്തിന്റെ ടാഗ് ലൈൻ നേരറിവിന്റെ സ്നേഹസ്പർശം എന്നാണ്. എന്താണ് നേരറിവ് എന്ന് പറഞ്ഞാൽ? അറിവ് എന്ന് പറഞ്ഞാൽ പഠനമാണ്, ഓരോന്നും അറിയലും അറിവാണ്. പക്ഷേ ഈ നേരറിവിൽ നിന്നാണ് പരസ്പര സ്നേഹമുണ്ടാകുന്നത്. ഈ നേരറിവിൽ നിന്നാണ് വാർദ്ധക്യമെത്തിയാലും ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ പരിപാലിക്കണമെന്ന ബോധ്യമുണ്ടാകുന്നത്. ഈ നേരറിവിൽ നിന്നാണ് എന്റെ വിജ്ഞാനവും എന്റെ കഴിവും എന്റെ എല്ലാം സമുദായത്തിനായി നമ്മുടെ ബന്ധപ്പെട്ടതിനും ഉപയോഗിക്കണമെന്ന ബോധ്യമുണ്ടാകുന്നത്. ഈ നേരറിവിൽ നിന്നാണ് നല്ല രീതിയിൽ യുക്തിക്കനുസൃതമായിട്ട് മാത്രമല്ലാതെ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. ഈ നേരറിവാണ് അൽബിർ സംവിധാനം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. നമ്മുടെ മക്കൾ അതേ വയസ്സുള്ള നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു കുട്ടിയെ നോക്കുക. നമ്മുടെ കുട്ടി ബാത്റൂമിൽ കയറുമ്പോൾ അതിന്റെ ദിക്റുകൾ നമ്മുടെ കുട്ടി ചൊല്ലും. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ കുട്ടി ചൊല്ലും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം അള്ളാഹുവിന് വേണ്ടി സ്തുതികൾ അർപ്പിക്കും. മാതാപിതാക്കൾക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ധാർമ്മികതയ്ക്ക് ഊന്നൽ കുട്ടികൾക്കാണ് ബഹുമാനപ്പെട്ട സംവിധാനം നമ്മുടെ ഈ സ്ഥാപനത്തിൽ 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 വർഷക്കാലം ഒരുപാട് നേട്ടങ്ങൾ ായിട്ടുണ്ട്. ഈ 2 വർഷം പൂർത്തിയാകുന്ന IPS വിദ്യാർത്ഥികളുള്ള കോൺവക്കേഷൻ സെഷനിൽ 4 മണിക്ക് പാണക്കാട്ടെ തങ്ങന്മാരും ഉസ്താദുമാരും ചേർന്നുണ്ട്. ആ ക്ലാസ്സിലെ കുട്ടികളെ നിങ്ങൾ വിളിക്കുക. അവർക്ക് അടിയിലുള്ള എഴുത്തുകളും അവർക്ക് മനഃപ്പാടമാണ്. അതിന് പുറമെ തന്നെ ആയത്തുൽ കുർസി, ആമന റസൂൽ, ഫാത്തിഹ തുടങ്ങി ഒരുപാട് നിത്യജീവിതത്തിൽ വരുന്ന എല്ലാ ദിക്റുകളും പ്രവർത്തികളും നമ്മുടെ മക്കൾക്ക് മനഃപ്പാടമാണ്. അത് മാത്രമല്ല, മതം മാത്രമല്ല, അതോടൊപ്പം അറബിക് ഭാഷയുണ്ട്. കുട്ടികളോട് ചെയ്യുക ഷജറത്ത് എന്നാൽ സ്ത്രീലിംഗമല്ലേ, അതിനോടുകൂടെ ആദായം ഹാദിഹി എന്നാണോ ചേർന്ന് വരിക? നമ്മുടെ മക്കൾ പറയും സ്ത്രീലിംഗമാണെങ്കിൽ ഹാദിഹി എന്ന് ചേർത്തി കൊടുക്കണം, പുല്ലിംഗമാണെങ്കിൽ ഹാദ എന്ന് ചേർത്തി കൊടുക്കണം. അതും മാത്രമല്ല, മക്കൾ EVS പഠിക്കുന്നുണ്ട്, അവർക്ക് പൊതുബോധമുണ്ട്, അവർ സയൻസ് പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്. അവർക്കുള്ള വയസ്സ് 6 വയസ്സാണ്. 6 വയസ്സുള്ള നമ്മുടെ മക്കൾ ഈ മേഖലകളെല്ലാം പഠിച്ചുകൊണ്ട് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ പറഞ്ഞ നേരറിവാണ് നമ്മുടെ മക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കൾ നമ്മളോട് വളരെയധികം സന്തോഷത്തോടെ മക്കളിലുണ്ടായ മാറ്റത്തെ നമ്മൾ പറയാറുണ്ട്. മാറ്റം കണ്ട് നമ്മളെ വളരെ സന്തോഷം ഉണ്ടാവാറുണ്ട്. ചെറിയൊരു കൂടി പറഞ്ഞ് ഞാൻ എന്റെ കർത്തവ്യം നടത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, രക്ഷിതാവ് നമ്മുടെ സ്കൂളിൽ രക്ഷിതാവ് ദിവസം എന്നെ കാണാൻ വന്നിരുന്നു. ആ ഉമ്മ പറഞ്ഞത്, എന്റെ മകൾ പ്രസവിച്ച സമയത്ത് ഡോക്ടർമാർ വിധി എഴുതിയത്രേ. ഡോക്ടർമാർ കുട്ടിയെ കുറിച്ച് പറഞ്ഞു. ആ കുട്ടിയെ ഇങ്ങനെ കുട്ടി 4 ദിവസവും 5 ദിവസവും ജീവിച്ചു.
പിന്നീട് ആ ഡോക്ടറെ സമീപിച്ചപ്പോൾ കുറിച്ച് ഡോക്ടർ പറഞ്ഞു അത്രേ, ജീവിച്ചാലും ബുദ്ധി ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ ബുദ്ധി വളർന്നു. ആ രക്ഷിതാക്കൾ നമ്മുടെ ഈ സംവിധാനത്തിൽ, നമ്മുടെ ഈ വിദ്യാഭ്യാസ ഈ പുരോഗതിയുള്ള ഈ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അവരുടെ കുട്ടിയെ ചേർത്തി. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അൽബർ 452 സ്ഥാപനങ്ങൾക്കിടയിൽ അൽബർ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് ടെസ്റ്റ് നടത്തിയപ്പോൾ വലിയ മാർക്കിലാണ് വിജയിച്ചത് ആ കുട്ടിയായിരുന്നു. വളരെ അത്ഭുതം തോന്നി. ആ രക്ഷിതാക്കൾക്കും വളരെയേറെ സന്തോഷം തോന്നി. ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ, ഒരുപാട് അനുഭവങ്ങൾ ചേർത്തുള്ള ഒരു കുട്ടികളുടെ ജീവിതമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ മക്കൾ IPS കാറ്റഗറി കഴിഞ്ഞ് APS കാറ്റഗറി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പുറത്തുള്ള ഏത് മക്കളെയും വെല്ലുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുവാനും പഠനങ്ങൾ കരസ്ഥമാക്കുവാനും ഉന്നതമായ പദവികൾ ാക്കുവാനും നമ്മുടെ മക്കൾക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ പ്രാപ്തമാക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തെ ഇനിയും യോഗ്യതയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സദസ്സിന് സ്വാഗത ഭാഷണം ക്ഷണിക്കുക എന്നതാണ് ഈ സദസ്സിന്റെ അധ്യക്ഷത പദവി അലങ്കരിക്കുന്ന ഒന്നരായ നമ്മുടെ സ്ഥാപനത്തിന്റെ കാര്യദർശി അലിഹാജി അവർകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നസ്ല ബഷീർ സാഹിബ് അവர்களാണ്. അവരെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ വൈസ് ചെയർമാൻ അഷ്റഫ് സാഹിബ് അവരുടെ അവർ സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വാർഡിന്റെ കൗൺസിലർ അഷ്റഫ് സാഹിബ് അവർ, അതുപോലെ അബ്ദുൽ ഹാജി ഖാലിദ് സാഹിബ് അവർ തുടങ്ങി ഈ സദസ്സിലും വേദിയിലും എല്ലാം സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും ഒറ്റ ഭാഷിച്ച് സ്വാഗതം ഓതിക്കൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി നസ്ല ബഷീർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഈ പ്രോഗ്രാം സ്വാഗതം ആശംസിച്ച വേദി പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമാദരണീയരായിട്ടുള്ള എന്റെ സഹപ്രവർത്തകർ കൂടിയായിട്ടുള്ള അതുമോനാജി അഷ്റഫ് നമ്മുടെ നാട്ടുകാരുടെ ഈ സ്ഥാപനവുമായി നിൽക്കുന്ന ഖാലിദ് കുട്ടി സാഹിബ് തുടങ്ങി സദസ്സിനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥിനികളെ അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ രക്ഷ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സമസ്ത കേരള മദ്രസയുടെ മദ്രസ ബോർഡിൻ്റെ കീഴിൽ 10 വർഷത്തിന് മേതെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അൽബിർ സ്കൂളിൽ താനൂർ രൂപം കൊണ്ടിട്ട് 3ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ അതുല്യമായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമുള്ള ഈ സ്ഥാപനത്തിൽ വരാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. അൽഹംദുലില്ലാഹ്. ഈ അൽബിർ എന്ന പേര് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, എന്താണ് ഇങ്ങനെ ഒരു പേരിന് ഈ ഒരു അറബിക് വേർഡിൻ്റെ മീനിങ് എന്ന് നോക്കിയപ്പോൾ കൈൻഡ്നസ് എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഹുദവി സംസാരിച്ചത് മുഴുവനും ഈ ദാക്ഷിണ്യത്തെക്കുറിച്ചായിരുന്നു. അറിവ് ആർജിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിവുള്ളവരാകുമ്പോൾ എങ്ങനെയാണ് ദയയുള്ളവരായി മാറുന്നത്, അതൊരു സംസ്കാര രൂപപ്പെടുത്തലാണ്, അതൊരു വിദ്യാലയത്തിലൂടെ സാധ്യമാക്കേണ്ടതാണ് എന്ന് അദ്ദേഹം വളരെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ
ഹൃദയങ്ങളോട് സംവദിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾക്കേറെ സന്തോഷിക്കാം, അഭിമാനിക്കാം. കാരണം ഇങ്ങനെ ഒരു ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന കാര്യത്തിൽ അൽബിർ തൊട്ടടുത്ത സ്കൂളുകളോട് മത്സരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊരു സ്കൂൾ എവിടെയാണ് എന്ന് അന്വേഷിച്ചാണ് ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന യൂണിഫോമിലുള്ള കുറച്ച് കുട്ടികൾ പുറത്തുണ്ടായിരുന്നു.